മാഡം, ഒരു കാർ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. സംശയിക്കണ്ട, എങ്കിലത് ജഗൻ തന്നെയായിരിക്കും. എവിടെ തെരഞ്ഞ ഇവളുടെ രക്ഷകൻ ഇറങ്ങിയിട്ടുണ്ട്. ജഗൻ, അവൻ വരും. അതിനു മുമ്പ് ഇവളുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കണം. ഒരു മൂളല് പോലും പുറത്ത് കേൾക്കരുത്. ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നമ്പർ ഇറക്കണം, ഇല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും. എന്തിനാ രാഖി ആന്റി എന്റെ വായില് പ്ലാസ്റ്റർ ഒട്ടിക്കുന്നത്? നിന്റെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ. അതിന് ഞാൻ ഒച്ചയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. രാഖി ആന്റിയുടെ ഫോൺ നമ്പർ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ എന്നെ ആ വീട്ടിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചേനെ. സത്യവാ ആന്റി, വന്ദനമ്മ പാവായിരുന്നു. പക്ഷെ അവരെന്നെ കളഞ്ഞിട്ട് വേറൊരാളെ കൂടെ കല്യാണം കഴിച്ച് പോയില്ലേ. പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ പല പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തില്ല. വീട്ടിൽ വന്നപ്പോ ഞാൻ കരഞ്ഞു പറഞ്ഞു. അപ്പൊ വന്ദനമ്മ പറയാ, നീ എന്റെ മോളല്ല, ആ രാജീവിന്റെ മോളാണെന്ന്. നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ കൊറേ കരഞ്ഞു. പിന്നെ എന്നെ ശരിക്കും തല്ലി. എനിക്ക് ആഹാരം ഒന്നും തരത്തില്ലായിരുന്നു. എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുമെന്ന് കരുതിയിരുന്നപ്പരാ ആന്റി അങ്കിൾമാരും കൂടി അവിടേക്ക് വന്നത്. അപ്പൊ നീ കരഞ്ഞതോ? അങ്ങനെ കരഞ്ഞത് എന്റെ അഭിനയമല്ലേ. ഇനി ആന്റീനെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. മാഡം, ആ കാർ വേറെ വഴിക്ക് പോയി. എന്റെ ചക്കര മോളിങ്ങി വന്നേ. ജഗ, എനിക്ക് എന്റെ മോളെ വേണം. ഒന്ന് വേഗം വിട്. ഇതുവരെ ആയിട്ടും ദീമോളെ കാണുന്നില്ലല്ലോ. നിങ്ങളൊന്ന് പോയി നോക്കിയേ. ശരി മാഡം. ശരി മാഡം. മാഡം, ദേവൾ ഓടുന്നു. പിടിക്കവിടെ. ശരി. വന്ദന വിഷമിക്കണ്ട, ഭീമക്കൊന്നും സംഭവിക്കില്ല. ജഗ, എന്റെ മോള്. നിർത്തടി. അന്ന് നീ ഒറ്റത്തടിയായിരുന്നു.
എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതി. ഇപ്പോ കണ്ണി കണ്ടവനെ കല്യാണം കഴിച്ച് നീ നിന്റെ ജീവിതം തേടി പോയില്ലേ? അതോടെ എല്ലാ എഗ്രിമെന്റ് തീർന്നു. രാഖി വേണ്ട. വയസ്സായ തന്തയും തള്ളയും ഏൽപ്പിച്ചിട്ട് സ്വന്തം ലൈഫ് അന്വേഷിച്ചിട്ട് പോയ നിനക്ക് ഇനി ദിയ മോളെ തരില്ല. നാളെ നിനക്കും ഇവനും ഒരു കുഞ്ഞു ജനിച്ചാ നീ ചിലപ്പോ ഇവനുമായിട്ട് ചേർന്ന് ഈ കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊന്നാലോ? എന്നോടൊപ്പം വന്നത് തിരുമല ഷാജി അണ്ണന്റെ ആൾക്കാരാ. സാറിന്റെ മകൻ ജഗൻ അവരെ പൊതിരെ തല്ലി. തല്ലുകൊണ്ട ഗുണ്ടകൾ ചിലപ്പോ എനിക്ക് വേണ്ടി അതൊക്കെ മറക്കും. പക്ഷെ തിരുമല ഷാജി അണ്ണൻ അത് മറക്കില്ല. കാരണം അവരെ അടിച്ചപ്പോ വേദനിച്ചത് ഷാജി അണ്ണനാ. അതുകൊണ്ട് ആവശ്യമില്ലാതെ രാഖിയുടെ കാര്യത്തിൽ ഇടപെടാതെ ഒഴിഞ്ഞു മാറി നടക്കാൻ പറഞ്ഞേക്ക് പുന്നാര മോനോട്. പിന്നെ അവന്റെ ഭാര്യ വന്ദന, അവളും ഇന്നെന്നെ നോവിച്ചു. അതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തോളാം. സാറ് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചാ മതി. ചെറുതായിട്ടെന്തിനാ, വലുതായിട്ട് തന്നെ അടച്ചു കളയാം പോരെ? മതി, എനിക്ക് അതറിഞ്ഞാ മതി. ആ ശരി സാറേ, ഞാൻ വിളിച്ചോളാം. ആ